ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. ന്യൂ യൂട്യൂബേഴ്സും അതുപോലെ ചാനൽ റീച്ച് ആയിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സും വളരെയധികം ശ്രദ്ധിക്കേണ്ട 2026 നിങ്ങൾക്ക് ഈ ഒരു തെറ്റ് പറ്റരുത് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. കാരണം നിങ്ങൾ വളരെ റീച്ച് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് പറ്റിയത്. കാരണം മില്യൺസ് വ്യൂസ് വന്ന ഏകദേശം ഒരു 4 മില്യൺ വ്യൂസ് വന്ന ഒരു ഷോർട്സിന് എനിക്ക് നല്ലൊരു പണി കിട്ടി. അപ്പോൾ ഈ ഒരു പണി നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടി ചെയ്ത നല്ല റീച്ച് കിട്ടിയ വീഡിയോസിനൊക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വേറെ ചാനലിൽ. അപ്പോൾ ഷോർട്സിന് ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഞാൻ അതിൽ നിന്ന് ഉപയോഗിച്ച്, നമുക്ക് ആഡ് സൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കോപ്പിറൈറ്റ് വരാതെ മ്യൂസിക്കുകൾ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ യൂസ് ചെയ്തു. അങ്ങനെ എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, നല്ല റീച്ച് കിട്ടി, നല്ല വ്യൂസ് വന്നു ആ ഒരു വീഡിയോക്ക്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, നിങ്ങളുടെ ഷോർട്സ് അൺലിസ്റ്റഡ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട് എന്താണ് അങ്ങനെ ഒരു മെയിൽ വരുന്നത് എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു ഷോർട്സിന് ഒരു മ്യൂസിക് ആഡ് ചെയ്തില്ലേ, ആ മ്യൂസിക് ആഡ് ചെയ്ത ആൾ അത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മെയിൽ വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റിയൊരു ഏറ്റവും വലിയൊരു അബദ്ധം എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് ആ മ്യൂസിക് എടുത്തത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മ്യൂസിക് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഴ്സ് നോക്കിയിട്ട് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതുപോലെ പെട്ടെന്ന് റിമൂവ് ആകുന്ന ചാനലിൽ നിന്ന്, അത്ര ഒരു ഗുഡ് വില്ലില്ലാത്ത ചാനലിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് നമ്മളെ ഷോർട്സ് റീച്ചായി കഴിഞ്ഞാൽ അവരുടെ ചാനൽ ഡിലേറ്റായി പോവുക അല്ലെങ്കിൽ വീഡിയോക്ക് എന്തെങ്കിലും സംഭവിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയതിനേക്കാളും വലിയ പണിയാണ് നമുക്ക് കിട്ടുക. അവർ ചിലപ്പം ഇതിൽ നിന്ന് വലിയ യൂസും മോണിറ്റൈസേഷനൊന്നും ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വ്യൂസ് ഒന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഒരു വീഡിയോ ആണ്, മില്യൺസ് വന്ന വീഡിയോ ആണ്. നമ്മളെ ആഡ് സൗണ്ട് ഉപയോഗിച്ചിട്ട് അവർ അപ്ലോഡ് ചെയ്ത ഒരു മ്യൂസിക് ഉപയോഗിച്ചു എന്നുള്ളൊരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ആഡ് സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് മ്യൂസിക് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനൽ കണ്ടൻറ്റ് ആ ഒരു ചാനലിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കട്ട്സിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് നല്ലൊരു 8ൻ്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സോഴ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരേ സോങ് ഒരുപാട് ആളുകളെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ തന്നെ ഓരോ ഒറിജിനൽ ക്രിയേറ്റേഴ്സിനെ നമുക്കതിൽ നിന്ന് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതെ നോക്കുക. പലരും ഈ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ ഷോർട്സ് അൺലിസ്റ്റഡ് ആവുന്നുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് അൺലിസ്റ്റഡ് ആയി പോകുന്നതും ഈ ഒരു സംഭവം കൊണ്ടാണ്. അതിൻ്റെ യഥാർത്ഥ മ്യൂസിക് അതിൻ്റെ ഓണർ ആ ഒരു കണ്ടൻറ്റ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക. എന്തായാലും 2026 നമ്മൾ കടന്നു കഴിഞ്ഞു. 2026 നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ചാനൽ ഉയരങ്ങളിലെത്തുന്ന, നിങ്ങളുടെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ യൂട്യൂബിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്നും അറിയാത്തവരാണ്, യൂട്യൂബിനെ കുറിച്ചിട്ട് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി യൂട്യൂബിൽ സക്സസ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.